എല്ലാവരുടെയും ജാതകത്തിൽ തിഥി അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അഥവാ തിഥി അതിനകത്തില്ലെങ്കിൽ നമ്മൾ ദൃക് പഞ്ചാങ് അതുപോലെയൊക്കെയുള്ള ഇത് അടിച്ചു നോക്കിയാൽ നമുക്ക് തിഥി മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ അതുമായിട്ടൊന്ന് ഒത്തു നോക്കുക. ഇതിൽ നമ്മൾ പറയുന്നത് ദ്വിതീയ തിഥിയെക്കുറിച്ചാണ്. ദ്വിതീയ എന്ന് പറയുമ്പോൾ ദ്വി എന്ന് പറഞ്ഞാൽ 2, അപ്പോൾ രണ്ടാമത്തെ തിഥിയാണിത്. അത് രണ്ടാമത്തെ ചന്ദ്ര ദിവസമാണിത്. നല്ലതായിട്ടാണ് പറയപ്പെടുന്നത്. അത് കൂടുതലും നമ്മൾ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ചന്ദ്രനാണെങ്കിൽ നല്ലതും, ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ചന്ദ്രനില്ലേ, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ, അതാണെങ്കിൽ കുറച്ച് വ്യത്യാസം വരുമേ എങ്കിലും പൊതുവായിട്ടുള്ള ഫലമാണ് പറയുന്നത്. ഇവർ വളരെയധികം യാത്രകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ജാതകത്തിൽ മറ്റു കൂടുതൽ ചരരാശിയിൽ കൂടുതൽ ഗ്രഹങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം ഇത് തീരുമാനിക്കാൻ. കൂടുതൽ ഗ്രഹങ്ങൾ സ്ഥിരരാശിയിലാണെങ്കിൽ ഈ ഫലം പൂർണ്ണമായിട്ടും മാറിപ്പോകുമേ. പിന്നെ പറയാറ് ഇവര് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. അതും ഗ്രഹസ്ഥിതികളനുസരിച്ച് വ്യത്യാസപ്പെടും. എങ്ങനെയാണെന്ന് വെച്ചാൽ നീച ശനിയാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ശനി മോശ സ്ഥിതിയിലാണുള്ളതെങ്കിൽ വ്യത്യാസം വരും. നീചഭംഗം ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര മടിയന്മാരായിട്ട് പോകും. എങ്കിൽ പിന്നെ ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇത് അറിഞ്ഞു വെച്ചിരിക്കണം. അപ്പോൾ ആ സ്ഥിതി ശരിയാണെങ്കിൽ ഇവിടെ തെറ്റുമ്പോൾ വ്യത്യാസം വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞെങ്കിലേ നമുക്ക് ജ്യോതിഷത്തിൽ എന്തെങ്കിലും പഠിക്കാൻ പറ്റും. പലരും ഒന്ന് പഠിച്ചു നോക്കും, ആർക്ക് മനസ്സിലാകാത്തപ്പോൾ അവര് ഇതൊരു സ്യൂഡോ സയൻസ് ആണെന്ന് പറഞ്ഞ് അങ്ങ് വിട്ടുപോകും. നമുക്ക് മനസ്സിലാകാത്തതെല്ലാം അങ്ങനെയാണോ എന്ന് ചിന്തിക്കണം. ചിലർക്ക് കണക്ക് പഠിക്കാൻ പാടായിരിക്കും, ചിലർക്ക് സയൻസ് പഠിക്കാൻ പാടായിരിക്കും. ഇത് രണ്ടും കൂടെ പഠിക്കുന്നവർക്ക് ചിലപ്പോൾ ഭാഷകൾ പഠിക്കാൻ പാടായിരിക്കും എന്നും പറഞ്ഞ് ഇതെല്ലാം ഇല്ലാത്തതാണോ? എല്ലാം ഉള്ളതാണ്. ഇവർ വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ചന്ദ്രന്റെ സ്ഥിതി നോക്കണം. ആ ചന്ദ്രൻ നല്ല ബലവാനായിട്ടാണ്, തിഥി അല്ലാതെ ബാക്കി കാര്യങ്ങളിൽ നല്ല ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, ശുഭദൃഷ്ടിയോടെയാണ് നിൽക്കുന്നതെങ്കിൽ മനസ്സ് നല്ല കട്ടി വരും. പിന്നെ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ, ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുമ്പോൾ അതിന് വ്യത്യാസം വരും. ഇവരുടെ ജീവിതത്തിൽ ബന്ധുക്കളുമായിട്ടൊക്കെ എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ ഇവർ ധനപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ചിലപ്പോൾ പെട്ടെന്ന് നഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ചന്ദ്ര ദിവസത്തിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് സുമംഗള എന്നാണ്. ആ സുമംഗള എന്നുള്ള പേരിൽ നിന്ന് നമുക്കറിയാമല്ലോ എത്ര നല്ലതായിരിക്കുമെന്ന്. അത് ബുധനാഴ്ചയും കൂടെ വരികയാണെങ്കിൽ അതിന് പറയുന്നത് സിദ്ധിത എന്നാണ്. അങ്ങനെ വരുന്ന ആ ദിവസം എല്ലാ വർക്കുകളും തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നാണെന്ന് പറയപ്പെടുന്നു. ഇനി ഈ ദ്വിതീയ തിഥി തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ വരികയാണെങ്കിൽ അതിന് മൃത്യുത തിഥി എന്ന് പറയും. ഏത് കർമ്മം ഈ ദിവസങ്ങളിൽ ചെയ്താലും വളരെയധികം നാശത്തിലോട്ട് വഴിവെക്കും. അതുകൊണ്ട് കഴിയുന്നതും ഈ ദിവസങ്ങളിൽ നമ്മൾ, അതായത് ദ്വിതീയയും തിങ്കളാഴ്ചയും കൂടി വരുന്ന ദിവസം, അല്ലെങ്കിൽ ദ്വിതീയയും വെള്ളിയാഴ്ചയും കൂടി വരുന്ന ദിവസം എല്ലാ നല്ല കാര്യങ്ങളും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തെങ്കിലും കാര്യങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ അത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ വരികയും. ഈ ദിവസം പരമശിവനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഈ തിഥിയിൽ ജനിച്ചവരാണെങ്കിൽ, ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ പുരുഷ സുഹൃത്തുക്കൾ കൂടുതലും, പുരുഷന്മാരാണെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കൾ കൂടുതലും ആകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നല്ല പറയുന്നത്. അവർക്ക് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കൂടുതലും ഇഷ്ടം. പിന്നെ കള്ളം പറയുന്നതിന് ഒരു ടെൻഡൻസി കാണും. പിന്നെ അടുത്ത ആൾക്കാരിൽ നിന്നും സ്നേഹം കുറച്ച് മാത്രമായിരിക്കും ഇവർക്ക് കിട്ടുക. തിഥിയുടെ അധിപതി ബ്രഹ്മദേവനാണ്. അതുകൊണ്ട് ബ്രഹ്മദേവനെ പൂജിക്കുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളുണ്ടല്ലോ, അവിടെ പോകുന്നതൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ ഒന്ന് സ്മരിച്ചാൽ മതി. മിക്കപ്പോഴും ഇവർ ചെന്ന് ചാടുന്നത് തെറ്റായ കൂട്ടുകെട്ടുകളിലായിരിക്കും. അതായത് ഇവർ വിശ്വസിക്കും, പക്ഷെ അവരത്ര വിശ്വാസ യോഗ്യരായിരിക്കത്തില്ല. അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ ആയിരിക്കും. അതുപോലെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അതിനുവേണ്ടി അവർ കഠിന പ്രയത്നം ചെയ്യുന്നവരായിരിക്കും. അവർ തന്നെത്താനെ ഉയർന്ന നിലകളിൽ എത്താൻ ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കും. വീട്ടിലുള്ളവരെക്കാൾ പുറത്തുള്ളവരുമായിട്ട് സൗഹൃദം പങ്കിടുന്നവരായിരിക്കും കൂടുതൽ പേര്. അതായത് ബന്ധം, വീട്ടിലുള്ളവരെക്കാൾ കൂടുതൽ ബന്ധം പുറത്തുള്ളവരുമായിട്ടായിരിക്കും. ഇവർക്ക് സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടായിരിക്കും. പാരമ്പര്യമായിട്ടുള്ള എല്ലാം ഫോളോ ചെയ്യുന്നവരും ആയിരിക്കും. ഇവർ മറ്റുള്ളവരെന്നെല്ലാം മറച്ച് പിടിച്ച് പെരുമാറുന്നവരായിരിക്കും. ഒരു ബഹുമാനം, ഈ സമൂഹത്തിൽ ഒരു ബഹുമാനം എല്ലാം എല്ലാം പാലിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഉപകാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും പ്രതിഷ്ഠകളൊക്കെ നടത്തുന്നതിനും പിന്നെ ഈ അലങ്കാര സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനും പിന്നെ
ഈ അതായത് ആഭരണങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനും അതുപോലെ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനും എല്ലാം നല്ല ദിവസമായിട്ടാണ് പറയുന്നത്. പിന്നെ ഗവൺമെൻറ്റൊക്കെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനും പിന്നെ യാത്രകൾ ആരംഭിക്കുന്നതിനും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നതിനും ഒക്കെ നല്ല ദിവസമായിട്ടാണ് പറയുന്നത്. കൂടുതൽ പേരും ചഞ്ചലചിത്തരാവാനുള്ള സാധ്യതയുണ്ട്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലപോലെ ചെയ്തു തീർക്കാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും. അതുപോലെ അവരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതമായിരിക്കും ഇവരുടേത്. പിന്നെ ആയുധങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ ഇവർക്ക് വളരെയധികം പ്രാഗൽഭ്യം കാണും. ഈ പാരച്ചൂട്ട് പറത്തുക, പട്ടം പറത്തുക, പിന്നെ ഈ റോളർ സ്കേറ്ററൊക്കെ ഉപയോഗിക്കുക, കാറ് കോമ്പറ്റീഷനൊക്കെ ഇല്ലേ അങ്ങനെ, പിന്നെ പക്ഷികളെയൊക്കെ വളർത്തുക, മൃഗങ്ങളെയൊക്കെ വളർത്തുക, ഇങ്ങനെയൊക്കെയുള്ളവർ മിക്കവാറും ഈ ദ്വിതീയ തിഥിയിലുള്ളവർ കൂടുതൽ ചെയ്യും. ഈ തിഥിയുടെ അധിപതി ചന്ദ്രനാണ്. അപ്പോൾ പിന്നെ ഉയർച്ചയും താഴ്ചകൾ കാണിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രനായതുകൊണ്ട് ഇവർ മറ്റുള്ളവരെ നല്ലോണം കെയർ ചെയ്യുന്നവരായിരിക്കും. പിന്നെ ഇമോഷണൽ ആയിരിക്കും, അങ്ങനെ പ്രകൃതി സ്നേഹികളൊക്കെ ആയിരിക്കും. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ചന്ദ്രനാണെങ്കിൽ കൂടുതലും, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രനാണെങ്കിൽ കുറവെന്ന് പറയാമെങ്കിൽ ദ്വിതീയ തിഥി ആയതുകൊണ്ട് തന്നെ പൂർണ്ണചന്ദ്രനോട് അടുത്തായിരിക്കും കൃഷ്ണപക്ഷത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും ഈ ക്വാളിറ്റീസ് എല്ലാം കൂടുതൽ തന്നെ കാണും. അതിദേവത ബ്രഹ്മാവായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നതിന് വളരെ നല്ലൊരു തിഥിയായിട്ടാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞല്ലോ, വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ് വരുന്നതെങ്കിൽ വ്യത്യാസമുണ്ടേ. എപ്പോഴും പറയുന്ന പോലെ ആരെയും പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കരുത്. കാരണം വിശ്വാസവഞ്ചകരുമായിട്ട് കൂട്ടുകൂടാനുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നല്ലത് ആക്സെപ്റ്റ് ചെയ്ത് പണിലെല്ലാം ഒഴിവാക്കാമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വളരെയധികം പുരോഗതി അല്ലെങ്കിൽ മനസമാധാനം വരും. എല്ലാം അറിയുന്നതിനൊപ്പം ഇതുകൂടി അറിഞ്ഞിരിക്കണം. പക്ഷെ ഇത് മാത്രം വെച്ച് ഒരു നിഗമനത്തിൽ എത്തരുത്. ഓം നമഃ ശിവായ.